മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട റിയാലിറ്റി ഷോകൾ ഒന്നാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ. ഇപ്പോഴത്തെ ബിഗ് ബോസിൽ ഒരു മാറ്റം വരാൻ പോവുകയാണ്. മോഹൻലാൽ ബിഗ് ബോസ് ഉപേക്ഷിക്കുന്നു, പകരക്കാരനായിട്ട് പൃഥ്വിരാജ് വരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്നൊക്കെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോവാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക. ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ ആരംഭിക്കാൻ ഇനിയും മാസങ്ങളേറെ ഉണ്ടെങ്കിലും ആരൊക്കെയാവും ഇത്തവണ മത്സരാർത്ഥികൾ എന്നുള്ള ചർച്ച ഇതിനോടൊപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സീരിയൽ താരങ്ങൾ മുതൽ വിവിധ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വരെ പതിവ് പോലെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവതാരക സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ മാറുമോ എന്ന ചർച്ചകളും സജീവമാണ്. വിജയകരമായ 6 സീസണുകൾ ഇതിനോടൊപ്പം തന്നെ ബിഗ് ബോസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. മലയാളത്തിൽ ബിഗ് ബോസ് സീസൺ 7 ആണ് 2025 തുടങ്ങാൻ പോകുന്നത്. ഒരുപാട് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയായിട്ട് മാറിയ സീസണുകളായിരുന്നു പലതും, പ്രത്യേകിച്ച് ലാസ്റ്റ് ഇറങ്ങിയ സീസൺ 6. എന്തൊക്കെയാണ് പ്രേക്ഷകരുടെ എണ്ണത്തിൽ ഇപ്പോഴും വലിയ വർധനം, അവിടെ മികച്ച ഒരു ബിന്ദുടയും ബിഗ് ബോസ് ഷോയ്ക്കുണ്ട്. സീസൺ 6ന്റെ വിന്നറായിട്ട് മാറിയിട്ടുണ്ടത് ജിൻഡോ ആയിരുന്നു. എന്തൊക്കെയാണ് പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഷോയിൽ ലാലേട്ടനായിരുന്നു അവതാരകനായിട്ട് വന്നിട്ടുണ്ടെന്ന്. മറ്റ് പല ഭാഷകളും നേരത്തെ തന്നെ ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏറെ വൈകിയാണ് ലോകപ്രശസ്ത ഷോ മലയാളത്തിലേക്ക് എത്തിയിട്ടുണ്ടായത്. തുടക്കത്തിൽ ഒരു സംശയത്തോടെയായിരുന്നു മലയാളി പ്രേക്ഷകർ ബിഗ് ബോസിനെ കണ്ടത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു ചാനലിൽ സംപ്രേഷണം ചെയ്ത മലയാളി ഹൗസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ സൃഷ്ടിച്ച നെഗറ്റീവ് ഇമ്പാക്ട് ബിഗ് ബോസിനെയും ബാധിക്കുമെന്ന ആശങ്കയും അണിയറ പ്രവർത്തകർക്കുണ്ടായിരുന്നു. മത്സരാർത്ഥികളുടെ പ്രകടനത്തോടൊപ്പമുള്ള അതിനേക്കാളേറെയോ ബിഗ് ബോസ് മലയാളികൾക്ക് പ്രിയങ്കരമാക്കിയത് പിന്നെ കാരണം അതിന്റെ അവതാരകനായിട്ടുള്ള മോഹൻലാലായിരുന്നു. സൽമാൻ ഖാന്റെയും കമലഹാസന്റെ അഗ്രസീവ് സ്റ്റൈൽ മോഹൻലാൽ പുറത്തിറക്കുന്നില്ലെന്ന വിമർശനം ചിലർക്കുണ്ടെങ്കിൽ കുടുംബ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്നു എന്നായിരുന്നു താരത്തിന്റെ തനത് ശൈലി. 6ാം സീസണിന്റെ തുടക്കത്തിന് മോഹൻലാൽ അവതാരക സ്ഥാനത്തുനിന്ന് മാറുമോ എന്ന ചർച്ചകൾ സജീവമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ പേരുകളും ഒരുപാട് സജീവമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ സകല അഭ്യൂഹങ്ങൾക്കും തള്ളിക്കൊണ്ട് ലാലേട്ടൻ തന്നെ സീസൺ 6ന്റെ അവതാരകനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സീസൺ 7ലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ അവതാരകനായിട്ട് വരുന്നത് മാറുമോ എന്നാണ് എല്ലാവരും പ്രേക്ഷകർ ശക്തമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരെ പിടിച്ചു നിർത്തുന്നതിന് വീക്കെൻഡിൽ എത്തുന്ന അവതാരകന് പ്രത്യേക സ്ഥാനമുണ്ട്. സിനിമയുടെ തിരക്കുകൾ ചൂണ്ടിക്കാട്ടി മോഹൻലാൽ സ്ഥാനം ഒഴിക്കുകയാണെങ്കിൽ പൃഥ്വിരാജിന് ചിലർ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ മോഹൻലാലിനെ കൈവിടാതിരിക്കാൻ ബിഗ് ബോസ് അധികൃതർ അവസാന നിമിഷം വരെ ശ്രമിച്ചേക്കുമെന്നതിൽ സംശയമില്ല. ഒരു ഘട്ടത്തിൽ മോഹൻലാലിന് പകരക്കാരനെയും മമത മോഹൻദാസിനെയും പരിഗണിച്ചിരുന്നു എന്നാണ് ചില ബിഗ് ബോസ് കേന്ദ്രീകൃത യൂട്യൂബ് ചാനലുകൾ അവകാശപ്പെടുന്നത്. അതേസമയം തമിഴിൽ പുതിയ സീസണിൽ കമലഹാസന് പകരം വിജയ് സേതുപതിയാണ് അവതാരകനായിട്ട് എത്തിയിരിക്കുന്നത്. ഇതിന്റെ അവസാന ബിഗ് ബോസ് സീസൺ ആയിരിക്കുന്നത് കന്നഡ ബിഗ് ബോസിന്റെ അവതാരകൻ കിച്ച സുദീപും വ്യക്തമാക്കിയിട്ടുണ്ടത്. ഈ ഒരു സാഹചര്യത്തിലാണ് മലയാളത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. എന്തൊക്കെയാണ് ലാലേട്ടൻ തന്നെ വീണ്ടും അവതാരകനായിട്ട് തുടരണം എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ആവശ്യം. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി. അപ്പം ലാലേട്ടൻ തന്നെ അവതാരകനായിട്ട് തുടരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കമന്റ് ബോക്സിൽ പങ്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.